മരിച്ചുപോയ തന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് വെറോണിക്ക ഓജോ ബോർഡ് കളിക്കാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി അവൾ തന്റെ രണ്ട് കൂട്ടുകാരികളെയും വിളിച്ചു. ഇവർ ഓജോ ബോർഡ് കളിക്കാനായി പോയത് സ്കൂളിന്റെ ബേസ്മെന്റിലാണ്. എന്നാൽ ഓജോ ബോർഡ് കളിക്കുന്നതിനിടയിൽ വെറോണിക്ക ബോധരഹിതയായി വീണു. പിന്നീട് അവൾ നോക്കുമ്പോൾ കാണുന്നത് അവളുടെ രണ്ട് കൂട്ടുകാരികൾ പേടിച്ച് എഴുന്നേറ്റ് ഓടുന്നതാണ്. അവൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ ഉത്തരം പറഞ്ഞു. പിന്നീട് അവൾ കൂട്ടുകാരികളെ കാണാൻ ശ്രമിക്കുമ്പോൾ അവർ ഇവളുടെ അടുത്തു നിന്ന് ഭയപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഓജോ ബോർഡ് കളിച്ചതിന് ശേഷം വെറോണിക്കയ്ക്ക് പല മാറ്റങ്ങളും സംഭവിച്ചു. അവൾ വീട്ടിൽ മറ്റാരും കാണാത്ത രൂപങ്ങൾ കാണാൻ തുടങ്ങി, അനക്കങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇവൾക്ക് ഇത് ആരോടെങ്കിലും പറയണമെന്നുണ്ട്. ഇത് താനായി വരുത്തി വെച്ച ഒരു കാരണമായിരുന്നു അവൾ ഇത് ആരോടും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവൾ എന്തോ സംശയം തോന്നി ബെഡൊക്കെ പൊക്കി നോക്കിയപ്പോഴാണ് ബെഡിന്റെ അടിയിൽ കറുത്ത നിറത്തിലുള്ള മഷി പോലുള്ള എന്തോ പാടുകൾ കണ്ടത്. അവൾ തന്റെ വീട്ടിലെ എല്ലാ ബെഡുകളും പൊക്കി നോക്കി. എല്ലാ ബെഡുകളിലും അതുപോലെ തന്നെയായിരുന്നു അവസ്ഥ. വെറോണിക്കയ്ക്ക് അമ്മയും രണ്ട് കുഞ്ഞനിയത്തിമാരുമാണ് ഉണ്ടായിരുന്നത്. അമ്മയാണെങ്കിൽ രാത്രിയായാൽ ബാറിലെ ജോലിക്ക് പോകും, പിന്നീട് രാവിലെയാണ് വരിക. അതുവരെ വെറോണിക്കയും രണ്ടു കുട്ടികളും വീട്ടിലൊറ്റയ്ക്കാണ്. രണ്ടു കുട്ടികൾ എന്ന് പറഞ്ഞാൽ 7ഉം 8ഉം വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുട്ടികളാണ്. അങ്ങനെ പിന്നീട് വെറോണിക്ക ചെയ്തതിന്റെ പ്രതിഫലങ്ങൾ വീട്ടിലും അനുഭവിക്കാൻ തുടങ്ങി. തന്റെ കൂട്ടുകാരികൾ തന്നോട് മിണ്ടാത്തതിന്റെ കാരണം തിരക്കി അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അവൾ പറഞ്ഞ ഉത്തരം അവളെ ഭയപ്പെടുത്തി. അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: വെറോണിക്ക, നീ അന്ന് ഓജോ ബോർഡ് കളിച്ചപ്പോൾ ബോധരഹിതയായി വീണില്ലേ? അതിനു മുമ്പ് നീ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ മാസം ഇന്ന ഡേറ്റിൽ താൻ മരിക്കുമെന്നാണ് വെറോണിക്ക ബോധക്ഷയത്തിനിടയ്ക്ക് പറഞ്ഞത്. അത് കേട്ടതുകൊണ്ടാണ് അവർ പിന്നീട് വെറോണിക്കയുമായി കൂട്ടുകൂടാതിരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വെറോണിക്ക എന്താണ് ചെയ്യേണ്ടതെന്നില്ല. പിന്നീട് വെറോണിക്കയുടെ വീട്ടിൽ ഭീകരരൂപങ്ങൾ തുടർച്ചയായി കാണാൻ തുടങ്ങി. അങ്ങനെ പോകെ കാര്യങ്ങൾ വഷളായി. വെറോണിക്കയുടെ വീട്ടിൽ ഭീകരരൂപങ്ങൾ കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരു ദിവസം അമ്മയില്ലാത്ത രാത്രി ഭയാനകമായ ശബ്ദം കേട്ടു. അവൾ തന്റെ രണ്ട് കുഞ്ഞിനെത്തിമാരെയും വിളിച്ച് മെഴുകുതിരി കത്തിച്ച് പിന്നെയും ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങി. ഈ കളിയിലൂടെ ആ പ്രേതങ്ങളെല്ലാം ആ വീട് വിട്ടു പോകുമെന്ന് അവൾ വിചാരിച്ചു. എന്നാൽ നടന്നത് നേർവിപരീതമായിരുന്നു. ആ പ്രേതങ്ങൾ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അത് അവളുടെ അച്ഛന്റെ ആത്മാവായിരുന്നു, വേറെ ചില പ്രേതങ്ങളായിരുന്നു. അങ്ങനെ അവൾ മെഴുകുതിരി കത്തിച്ച് ഓജോ ബോർഡ് കളിക്കുന്നതിനിടയിൽ തന്നെ ഒരു രൂപം അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോന്നു. അവളുടെ വായിൽ നിന്ന് ചോരയും മറ്റും വരാൻ തുടങ്ങി. അവളുടെ ഫ്ലാറ്റിൽ നിന്ന് സൗണ്ട് കേട്ട മറ്റു ഫ്ലാറ്റിലെ ആൾക്കാർ പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ പോലീസുകാർ വന്നപ്പോൾ കണ്ടത് അവൾ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി അവളുടെ ബോഡി ആകെ ചെരിഞ്ഞ് വളഞ്ഞൊടിഞ്ഞ് വായിൽ നിന്ന് രക്തം വരുന്നതാണ്. ഉടനെ തന്നെ അവൾ നിലത്ത് വീഴുകയും മരിക്കുകയും ചെയ്തു. പിന്നീടാണ് പോലീസുകാർ ഇത് ഒരു സിനിമയാക്കിയെടുത്തത്. ഇതൊരു നടന്ന സംഭവമാണ്, കെട്ടുകഥയല്ല. ഇതുപോലെയുള്ള ഓജോ ബോർഡും മറ്റും കളിക്കുന്നവർ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഹൊറർ സ്റ്റോറി ഇഷ്ടമാണെങ്കിൽ എന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്തു. ശരി, ടാറ്റാ.